നിങ്ങൾ ഇന്ത്യയിലെ ഇലക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ അടുത്തിടയ്ക്ക് നടന്ന എല്ലാ ഇലക്ഷൻസിലും പാർട്ടികൾ അവർ നടത്താൻ പോകുന്ന ഡെവലപ്മെന്റ് പരിപാടികളെക്കാളും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഒന്നെങ്കിൽ മറ്റു പാർട്ടികളെ കുറ്റം പറയുക, അവരെ അധിക്ഷേപിക്കുക, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ജനങ്ങൾക്ക് ഓരോരോ പുതിയ സാധനങ്ങൾ ഡിക്ലെയർ ചെയ്യുക. ഈ ഫ്രീ ആയിട്ട് ഐറ്റംസ് കൊടുക്കുന്നതിനെ ഫ്രീബി കൾച്ചർ അഥവാ റേവടി കൾച്ചർ എന്നും വിളിക്കാറുണ്ട്. പണ്ടൊക്കെ തമിഴ്നാട് പോലത്തെ സംസ്ഥാനങ്ങളിൽ സർക്കാർ ജനങ്ങൾക്ക് ടിവിയും ഫ്രിഡ്ജും സൈക്കിളൊക്കെ ഫ്രീ ആയിട്ട് നൽകുമായിരുന്നു. ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും ഇലക്ഷനായ പാർട്ടികൾ ഓഫർ ചെയ്യുന്നത് ആളുകളുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പൈസ ഇട്ട് നൽകാമെന്നും ഫ്രീ ആയിട്ട് ഇലക്ട്രിസിറ്റിയും ഫ്രീ ആയിട്ട് ഗ്യാസ് ഒക്കെയാണ്. ഡെവലപ്മെന്റ് ഒക്കെ ഡിസ്കഷനിൽ നിന്നേ ഔട്ടായി. ഈ വർഷം നമ്മുടെ കേരളത്തിലും ഒരു ഇലക്ഷൻ ഇയർ ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ മൊത്തമുള്ള ഈ ട്രെൻഡ് ഇപ്പോൾ കേരളത്തിലെത്തിയോ? (2023) മധ്യപ്രദേശിലെ അസംബ്ലി ഇലക്ഷൻ നടന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ടുള്ള മധ്യപ്രദേശിൽ കഴിഞ്ഞ 20 വർഷത്തിൽ 18 വർഷം ഭരിച്ചത് BJP ആണ്. അതുകൊണ്ട് തന്നെ നാച്ചുറൽ ആയിട്ട് അവിടെ ഒരു ആന്റി ഇൻക്യുമൻസി ഫാക്ടർ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ BJP ഈ ഇലക്ഷൻ തോക്കും, അല്ലെങ്കിൽ സീറ്റുകളുടെ എണ്ണം കുറയുമെന്നൊക്കെയാണ് ആളുകൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ടോട്ടൽ 230 സീറ്റിൽ 163 സീറ്റ് നേടി BJP അവിടെ മിന്നുന്ന വിജയം നേടി. ഇതിന്റെ കാരണം നോക്കിയപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഡിസ്കസ് ചെയ്തത് ഇലക്ഷന് തൊട്ടു മുമ്പ് ഡിക്ലെയർ ചെയ്ത ലാഡ്ലി ബഹൻ സ്കീമും കിസാൻ സമ്മാനുമാണ്. 2.5 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള ഫാമിലീസിൽ 21 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള എല്ലാ സ്ത്രീകൾക്കും സർക്കാർ അക്കൗണ്ടിലേക്ക് മാസം 1250 രൂപ വെച്ച് ഇട്ട് നൽകി. ഇത് കൂടാതെ കർഷകർക്ക് 10,000 രൂപ വെച്ച് അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്തു. സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത ഉണ്ടാക്കിയ സ്കീമുകളാണെങ്കിലും ഈ സ്കീമുകളുടെ പോപ്പുലർ അപ്പീൽ കാരണം ആ ഇലക്ഷൻ BJP തൂത്തുവാരി. ഇന്ന് മധ്യപ്രദേശ് എന്ന സംസ്ഥാനം സീരിയസ് ഫൈനാൻഷ്യൽ ക്രൈസിസ് ഫേസ് ചെയ്യുന്നുണ്ട്. കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 30 മാസത്തിൽ ലാഡ്ലി ബഹൻ സ്കീമിന് വേണ്ടി മാത്രം 50,000 കോടി രൂപയാണ് സർക്കാർ ചെലവാക്കേണ്ടി വന്നത്. ഇന്ന് മധ്യപ്രദേശ് സർക്കാർ ഓരോ ദിവസവും 125 കോടി രൂപ വെച്ച് കടമെടുക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇനിയിപ്പോൾ എത്ര രൂപ കടമെടുത്തിട്ടായാലും ഈ സ്കീം കണ്ടിന്യൂ ചെയ്തേ പറ്റൂ. കാരണം അതവിടെ മധ്യപ്രദേശിലെ BJPയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് മാറിക്കഴിഞ്ഞു. അതുപോലെ തന്നെ BJP മഹാരാഷ്ട്ര ഇലക്ഷൻസ് ജയിക്കാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത് ലഡ്കി ബഹൻ യോജന. ഇതും സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് നൽകുന്ന ഒരു സ്കീമായിരുന്നു. ഇതുപോലെ ആളുകളുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന പല സ്കീമുകളും, പിന്നെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോൾ കർഷകരുടെ കടം എഴുതി തള്ളുന്നതും ഫ്രീ ആയിട്ട് ഗ്യാസും ഇലക്ട്രിസിറ്റി ഒക്കെ നൽകുന്നത് വഴി പല സംസ്ഥാനങ്ങളും ഇന്ന് സീരിയസ് ആയിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യോ വെൽഫെയർ അല്ലെങ്കിൽ സാമൂഹിക ക്ഷേമം എന്ന ബാനർ മറയാക്കി ഇങ്ങനെ പോപ്പുലർ അപ്പീൽ കിട്ടുന്നതിന് വേണ്ടി ആളുകൾക്ക് ഫ്രീ ആയിട്ട് ഐറ്റംസ് കൊടുക്കുന്ന ഈ റേവടി കൾച്ചറിനെ സുപ്രീം കോടതി വരെ ക്രിട്ടിസൈസ് ചെയ്തതാണ്. ഇത്തവണത്തെ നമ്മുടെ കേരള ബഡ്ജറ്റ് നോക്കിയാലും അതിലും ഇതുപോലത്തെ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നിറഞ്ഞതാണ്. ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയിൽ നമ്മുടെ സർക്കാരിന് വൻ സാമ്പത്തിക ബാധ്യത വരുത്തി വയ്ക്കുന്ന പല പ്രഖ്യാപനങ്ങളും. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അഷ്വേർഡ് പെൻഷൻ സ്കീമാണ്. സർക്കാർ ജീവനക്കാരെ ഏറ്റവും അവസാനം ഡ്രോ ചെയ്ത സാലറിയുടെ 50% അഷ്വേർഡ് പെൻഷനായിട്ട് സർക്കാർ ഗ്യാരണ്ടി ചെയ്യുന്ന സ്കീം. 2013 മുമ്പ് വരെ കേരളത്തിൽ ഉണ്ടായിരുന്നത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സ്കീമാണ്. അതായത് സർക്കാർ ജീവനക്കാരുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും മേടിക്കാതെ പെൻഷൻ മുഴുവൻ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ഗവൺമെന്റ് തന്നെ നൽകുന്ന സ്കീം. ഇത് സർക്കാരിന് വൻ സാമ്പത്തിക ബാധ്യത ആയി കഴിഞ്ഞപ്പോൾ ന്യൂ പെൻഷൻ സ്കീം എന്ന പുതിയ രീതിയിലേക്ക് മാറി. ന്യൂ പെൻഷൻ സ്കീമിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് എല്ലാ മാസവും ഒരു ചെറിയ എമൗണ്ട് കട്ട് ചെയ്യും. ഇത് കൂടാതെ ഗവൺമെന്റ് ഒരു ചെറിയ എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഈ 2 എമൗണ്ട് കൂടി കൂട്ടിച്ചേർത്ത് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും, ഗവൺമെന്റ് ബോണ്ടുകളിലും ഷെയർസിലും ഒക്കെ ആയിട്ട്. ഇതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് വഴിയായിരിക്കും പെൻഷൻ നൽകുന്നത്. അല്ലാതെ മുഴുവൻ പെൻഷനും ഖജനാവിൽ നിന്ന് എടുത്തല്ല നൽകുന്നത്. ഇതാണ് NPS. NPS സ്കീം വഴി സർക്കാരിന് പെൻഷൻ നൽകുന്നതിനുള്ള സാമ്പത്തിക ബാധ്യത ഒരു പരിധിവരെ ഇല്ലാതായതായിരുന്നു. പക്ഷെ ഇപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷന്റെ വേറൊരു രീതി, അതായത് അഷ്വേർഡ് പെൻഷൻ. ഇവിടെ ചെറിയ രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ സർക്കാർ ജീവനക്കാരുടെ കയ്യിൽ നിന്ന് മേടിക്കുമെങ്കിലും പെൻഷൻ നൽകുന്നതിനുള്ള ബാധ്യത പൂർണ്ണമായിട്ടും സർക്കാരിന്റെ തന്നെയാണ്. അതായത് ഖജനാവിൽ നിന്ന് തന്നെയായിരിക്കും പെൻഷൻ നൽകുന്നത്. അതുവഴി വൻ സാമ്പത്തിക ബാധ്യത സർക്കാരിലേക്ക് വരും. ശരിക്കും ഇങ്ങനത്തെ പെൻഷൻ സ്കീമുകൾ സർക്കാരിന് റിക്കറിംഗ് സാമ്പത്തിക ബാധ്യതയാണ് വരുത്തി വയ്ക്കുന്നത്. അതായത് എല്ലാ മാസവും സർക്കാർ പൈസ കണ്ടെത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റ് ആയാലും ബാങ്കുകളായാലും ഒന്നും ഇപ്പോൾ ഇങ്ങനത്തെ പെൻഷൻ സ്കീംസ് ഫോളോ ചെയ്യുന്നില്ല. എല്ലാവരും ഉപേക്ഷിച്ച ലോങ് ടേമിൽ വളരെയധികം സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി വെക്കുന്ന ഇത്തരത്തിലുള്ള സ്കീമുകളൊക്കെ തിരിച്ചു കൊണ്ടുവരിക എന്നതിന് പിന്നിൽ സർക്കാർ ജീവനക്കാരുടെ ഇലക്ട്രൽ സപ്പോർട്ട് നേടുക എന്നതല്ലാതെ വേറെ ഒരു ലോജിക്കും കാണുന്നില്ല. തമിഴ്നാട്ടിലും ഉടനെ ഇലക്ഷൻസ് വരാൻ പോവുകയാണ്. അവിടെ കോളേജ് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തതും സാരിയും ക്യാഷും ഒക്കെ ഉൾപ്പെടെയുള്ള പൊങ്കൽ കിറ്റ് നൽകിയതൊക്കെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരുന്നു. അവിടെ സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി ഗവൺമെന്റ് അഷ്വേർഡ് പെൻഷൻ സ്കീം ഡിക്ലെയർ ചെയ്തു. ഇതുവഴി തമിഴ്നാട് സർക്കാരിന് ഓരോ വർഷവും വന്ന അധിക ബാധ്യത 11,000 കോടി രൂപയുടേതാണ്.
ഈ 11,000 കോടി രൂപ എന്ന് കേൾക്കുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് ഇത് എത്രമാത്രം വലുതാണെന്ന് ചിലപ്പോൾ ജഡ്ജ് ചെയ്യാൻ പറ്റണമെന്നില്ല. നമ്മുടെ നാട്ടിൽ അടുത്തിടയ്ക്ക് കംപ്ലീറ്റ് ചെയ്ത ഏറ്റവും വലിയ മെഗാ പ്രോജക്റ്റുകളിൽ ഒന്നായിട്ടുള്ള വിഴിഞ്ഞം പ്രോജക്റ്റിന്റെ ഫസ്റ്റ് ഫേസ് കംപ്ലീറ്റ് ചെയ്യാൻ ടോട്ടൽ എടുത്തത് 9,000 കോടി രൂപയായിരുന്നു. അതായത് വിഴിഞ്ഞം പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ എടുത്തതിനേക്കാൾ കൂടുതൽ പൈസ തമിഴ്നാട് സർക്കാരിന് അഷുവേർഡ് പെൻഷൻ സ്കീം വഴി ഓരോ വർഷവും അധിക ബാധ്യതയായിട്ട് വന്നു. അഷുവേർഡ് പെൻഷൻ സ്കീം വഴി കേരളത്തിന് എത്രമാത്രം അധിക ബാധ്യത വരുമെന്ന് ബഡ്ജറ്റിൽ പറയുന്നില്ലെങ്കിലും തമിഴ്നാട്ടിൽ വന്ന അധിക ബാധ്യതയായിട്ടുള്ള 11,000 കോടി രൂപ അവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ്, അതിന്റെ ഏകദേശം പകുതി നമ്പർ ഓഫ് എംപ്ലോയീസ് ആണ് കേരളത്തിലുള്ളത്. ഓൾമോസ്റ്റ് സിമിലർ സാലറിയാണ് രണ്ട് സംസ്ഥാനങ്ങൾ നൽകുന്നത്. ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ വരാൻ പോകുന്ന അധിക ബാധ്യത ഏകദേശം 5,000 കോടിയോളം വരും. ഇനി നമ്മുടെ ബഡ്ജറ്റിലെ വേറെ കുറച്ച് പ്രഖ്യാപനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഡിക്ലെയർ ചെയ്തതും സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ DA അരിയേഴ്സ് ഒക്കെ കൊടുത്തു തീർക്കാൻ തീരുമാനിച്ചതും അതിന്റെ ഫസ്റ്റ് ട്രാഞ്ച് ഫെബ്രുവരി തന്നെ നൽകാൻ തീരുമാനിച്ചതും ഇത്രയും നാൾ സമരം ചെയ്തിട്ടും അവഗണിക്കപ്പെട്ടിരുന്ന ആശാ വർക്കർമാരുടെ ഓണറേറിയം ഈ ബഡ്ജറ്റിൽ 1,000 രൂപ കൂട്ടിയതും റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ താമസിക്കുന്ന പ്രായമായ വനിതകൾക്ക് പെൻഷൻ അലോക്കേറ്റ് ചെയ്തതൊക്കെ എലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണോ എന്ന് ജനങ്ങളുടെ ഇടയിൽ ഒരു തോന്നലുണ്ടാക്കിയിട്ടുണ്ട്. എന്നുവെച്ച് ഈ ബഡ്ജറ്റ് മുഴുവൻ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണെന്നോ ബഡ്ജറ്റ് മുഴുവൻ മോശമാണെന്നോ അല്ല പറയുന്നത്. സ്ത്രീ സുരക്ഷാ പെൻഷന് വേണ്ടി 3,720 കോടി രൂപ അലോക്കേറ്റ് ചെയ്ത്, സ്കൂൾ കുട്ടികൾക്ക് മുഴുവൻ അപകട ഇൻഷുറൻസ് ഏർപ്പാടാക്കാൻ തീരുമാനിച്ചത്, ഹരിതകർമ്മസേന, ലോട്ടറി തൊഴിലാളികൾക്ക് ഇൻഷുറൻസ്, കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ബഡ്ജറ്റിൽ ഗിഗ് വർക്കേഴ്സ് അഥവാ ഡെലിവറി പാർട്ട്നേഴ്സിനെ റെക്കഗ്നൈസ് ചെയ്ത് അവർക്ക് വേണ്ടി ഗിഗ് ഹബ്ബുകൾ ഡിക്ലെയർ ചെയ്തത്, അംഗനവാടി വർക്കേഴ്സിന്റെയും പ്രീ പ്രൈമറി ടീച്ചേഴ്സിന്റെ ഒക്കെ ഓണറേറിയം കൂട്ടിയതുപോലെ സോഷ്യൽ വെൽഫെയർ ഫോക്കസ് ചെയ്തുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഈ ബഡ്ജറ്റിലുണ്ട്. ഒരു സർക്കാർ എന്തായാലും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതെല്ലാം. പക്ഷെ ഇതെല്ലാം നടപ്പാക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ കേരളത്തിനുണ്ടോ, അതുപോലെ തന്നെ ഇത് ഡിക്ലെയർ ചെയ്യുന്ന ടൈമിംഗ്, അത് രണ്ടുമാണ് ഇവിടുത്തെ പ്രശ്നം. 2016 1,60,000 കോടി രൂപ മാത്രം ഉണ്ടായിരുന്ന കേരളത്തിന്റെ പബ്ലിക് ഡെറ്റ് അഥവാ കടം ഇന്ന് 4 ലക്ഷം കോടി എത്തി നിൽക്കുകയാണ്. കേരളത്തിന്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് അഥവാ ധനക്കമ്മി സ്റ്റേറ്റ് GDPയുടെ 3.4%. ഇത് RBI ഫിക്സ് ചെയ്തിരിക്കുന്ന നോംസിനേക്കാളും കൂടുതലാണ്. മാത്രമല്ല കേരളം ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം, നമ്മുടെ ചെലവുകൾ വർദ്ധിക്കുന്ന രീതിയിൽ നമ്മുടെ വരുമാനം ഇൻക്രീസ് ചെയ്യുന്നില്ല. ഇത്തവണത്തെ ബഡ്ജറ്റ് മാത്രം നോക്കിയാൽ നമ്മുടെ കേരളത്തിന്റെ മൊത്തം ചെലവ് 2.18 ലക്ഷം കോടി രൂപയാണ്. പക്ഷെ വരുമാനം 1.83 ലക്ഷം കോടി രൂപ മാത്രം. അവിടെ തന്നെ 34,500 കോടി രൂപയുടെ കുറവാണുള്ളത്. ഇതിനെ ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്ന് പറയും. ഈ ഡെഫിസിറ്റ് നികത്താൻ സർക്കാരിന് കടം എടുക്കേണ്ടി വരും. ഇനി സർക്കാർ ചെലവാക്കുന്ന 2.18 ലക്ഷം കോടി രൂപയിൽ വികസനം അഥവാ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള എക്സ്പെൻഡിച്ചർ അഥവാ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എത്രയാണെന്ന് അറിയാമോ? വെറും 31,000 കോടി രൂപ മാത്രം. അപ്പോൾ ബാക്കിയുള്ള 1,87,000 കോടി രൂപയോ? അതിന്റെ 70% സർക്കാർ സ്പെൻഡ് ചെയ്യുന്നത് സാലറി കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും എടുത്ത ലോണിന്റെ ഇൻട്രസ്റ്റ് തിരിച്ചടയ്ക്കാനും വേണ്ടിയാണ്. അതായത് സർക്കാർ ചെലവാക്കുന്ന പൈസയുടെ മെജോറിറ്റിയും ലോൺ തിരിച്ചടയ്ക്കാനും ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും വേണ്ടിയാണ് ചെലവാക്കുന്നത്, അല്ലാതെ ഡെവലപ്മെന്റിന് വേണ്ടിയല്ല. ഇതിനു പുറമെ ഇത്രയും നാളും കേന്ദ്ര ഫിനാൻസ് കമ്മീഷന്റെ പുതിയ ക്രൈറ്റീരിയസ് കാരണം കേരളത്തിന് കിട്ടുന്ന കേന്ദ്ര ഫണ്ടും വെട്ടിച്ചുരുക്കിയിരുന്നു. പക്ഷേ ഇത്തവണത്തെ കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിനുള്ള വിഹിതം 11,000 കോടി രൂപ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ അർഹിക്കുന്ന രീതിയിലുള്ള കേന്ദ്ര വിഹിതം കിട്ടുന്നുണ്ടോ എന്ന കാര്യം സംശയമാണ്. ഒരു സംസ്ഥാന സർക്കാരിന് ലോൺസ് എടുക്കാൻ RBIയുടെയും സെൻട്രൽ ഗവൺമെന്റിന്റെ ഒക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇത് മറികടക്കാൻ വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് കിഫ്ബി വഴി ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിന് വേണ്ടി ഒരുപാട് ലോൺസ് റേസ് ചെയ്തിട്ടുണ്ട്. കിഫ്ബി വഴി എടുത്ത ഈ ലോണുകളുടെ റീപേയ്മെന്റ്സും ആ ലോണുകളുടെ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്സും പിന്നീട് മസാല ബോണ്ട് വഴി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പൈസ റേസ് ചെയ്യാൻ ശ്രമിച്ച് ഫെയിൽ ചെയ്തതൊക്കെ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കൂട്ടിയിട്ടുണ്ട്. ശരിക്കും ഈ അവസ്ഥയിൽ സർക്കാർ ഫോക്കസ് ചെയ്യേണ്ടത് ടാക്സ് റവന്യൂ ഇൻക്രീസ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് പെർ ക്യാപിറ്റൽ ഇൻകം ഉള്ള സംസ്ഥാനങ്ങളിൽ ഒന്നായതുകൊണ്ട് തന്നെ കേരളത്തിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു എഫേർട്ട് വഴി ടാക്സ് റവന്യൂ എന്തായാലും കൂട്ടാൻ സാധിക്കും. മാത്രമല്ല പെൻഡിങ് ആയിട്ടുള്ള ടാക്സ് അഥവാ ടാക്സ് അരിയേഴ്സ് കൃത്യമായിട്ട് കളക്ട് ചെയ്യാനുള്ള ഒരു എഫേർട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. 2023 CAG റിപ്പോർട്ടിൽ പറയുന്നത് കേരളത്തിലെ ടാക്സ് കളക്ഷൻ വീക്കാണെന്നും 28,000 കോടിയോളം രൂപ ടാക്സ് കളക്ഷനിൽ പെൻഡിങ് ഉണ്ടെന്നുമാണ്. റവന്യൂ ഇൻക്രീസ് ചെയ്യാൻ സാധിച്ചാൽ സർക്കാരിന് ഫിനാൻഷ്യൽ സ്ട്രെയിൻ ഇല്ലാതെ ഈ പ്രഖ്യാപനങ്ങളൊക്കെ കൃത്യമായിട്ട് നടപ്പാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്യാൻ വേണ്ടി ലോൺ എടുക്കേണ്ടി വരും. പിന്നീട് ഈ ലോണിന്റെ ഇൻട്രസ്റ്റ് അടയ്ക്കാൻ വേണ്ടി വീണ്ടും ലോൺ എടുക്കേണ്ടി വരും. അങ്ങനെ വിഷ്യസ് ആയിട്ടുള്ള ഒരു സൈക്കിളിൽ പെട്ട് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി തന്നെ ആകെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് മാറും. അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് ട്രാപ്പിൽ പെട്ടുപോയി കഴിഞ്ഞാൽ വികസന പ്രവർത്തനങ്ങൾ പോട്ടെ, ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് പോലും പൈസ കണ്ടെത്താൻ പറ്റാത്ത രീതിയിൽ സംസ്ഥാനം സാമ്പത്തികമായിട്ട് തകരും. ഫിനാൻഷ്യൽ അച്ചടക്കം ഇല്ലാത്തതുകൊണ്ട് പല രാജ്യങ്ങളും തകരുന്നത് നമ്മൾ കണ്ടതാണ്, ശ്രീലങ്ക, ഗ്രീസ് ഒക്കെ. ഷോർട്ട് ടേം പോപ്പുലാരിറ്റിക്ക് വേണ്ടി ലോങ് ടേം ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കോംപ്രമൈസ് ചെയ്താൽ ചിലപ്പോൾ കേരളവും ആ ഒരു സ്ഥിതിയിലേക്ക് എത്തിയേക്കാം.
വെൽഫെയർ പ്രോഗ്രാംസും സോഷ്യൽ പെൻഷൻസും ഒക്കെ വേണം. സൊസൈറ്റിയിൽ വൾണറബിൾ ആയിട്ടുള്ള ആളുകളെ സർക്കാർ ചേർത്ത് പിടിക്കുകയും വേണം. പക്ഷേ അൺഫണ്ടഡ് ആയിട്ടുള്ള കടമെടുത്തിട്ടുള്ള സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് അപകടകരമാണ്. സർക്കാരിന്റെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും ലോങ് ടേം ഫിനാൻഷ്യൽ ഡിസിപ്ലിനും ഫോളോ ചെയ്തുകൊണ്ടുള്ള സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസും എലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് താൽക്കാലികമായിട്ട് പോപ്പുലർ വോട്ട് കിട്ടുന്നതിന് വേണ്ടി പിന്നീട് രൂക്ഷമായിട്ടുള്ള സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കാവുന്ന സ്കീമുകളും തമ്മിലുള്ള വ്യത്യാസം സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. അങ്ങനെ മനസ്സിലാക്കി പോപ്പുലറിസത്തിന് വേണ്ടി 1000 രൂപ 2000 രൂപയൊക്കെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരുന്ന ആളുകൾക്ക് പകരം ലോങ് ടേമിൽ വിഷനോടുകൂടി നമ്മുടെ രാജ്യത്തെ സംസ്ഥാനത്തെയൊക്കെ പ്രോഗ്രസിലേക്ക് നയിക്കാൻ പറ്റുന്ന ആളുകൾ ആരാ എന്ന് മനസ്സിലാക്കി അവർക്ക് വോട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും.